എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ജൂൺ 2024 എങ്ങനെയാണ് എന്ന് നോക്കാം. Page of Swords, 10 of Cups, 6 of Swords, Knight of Wands, 4 of Cups, 7 of Cups. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ പേജ് ഓഫ് കപ്സ് എനർജിയാണ്. പേജ് ഓഫ് സോർട്സ് എനർജിയാണ്. ആദ്യം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ്. വിദ്യാഭ്യാസം കാലഘട്ടം സന്തുഷ്ടമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയം. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കോഴ്സ് പുതിയ കോളേജിലൊക്കെ പലരും ചേരുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലും നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. പൊതുവിൽ കുറച്ച് പഠിക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ പോലും വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു അടുക്കും ചിട്ടി ഉണ്ടാവുകയും അല്ലെങ്കിൽ മാറ്റങ്ങളൊന്നും ഇല്ലാതെ വിദ്യാഭ്യാസപരമായിട്ട് കാര്യങ്ങൾ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുവിൽ ഈ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലത്തെ അവസ്ഥ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞിരുന്ന കുട്ടികൾ പോലും സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്. കാരണം സാഹചര്യം എന്തു തന്നെയായാലും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ്. അതേപോലെ പൊതുവെ വിദ്യാഭ്യാസം കാലഘട്ടം കഴിഞ്ഞവരാണെങ്കിൽ കൂടിയും കൂടുതൽ കാര്യങ്ങൾ അറിയാനും വായിക്കാനും പഠിക്കാനും ഒക്കെ താല്പര്യം ഉണ്ടാവും. നിങ്ങൾ പുതിയതായിട്ട് എന്തോന്ന് പഠിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 60 വയസ്സായാലും 75 വയസ്സായാലും 10 വയസ്സായാലും പുതിയ കാര്യങ്ങൾ പുതിയത് എന്തോ ഒന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്തെങ്കിലും ഹോബീസ് ആയിട്ട് എന്തെങ്കിലും പഠിക്കുന്നതാവാം. മറ്റു ചില ആളുകളെ സംബന്ധിച്ച് വായനയാവാം. പുസ്തകങ്ങൾ വായിക്കാനായിട്ട് നിങ്ങൾ തുടങ്ങുന്നുണ്ടാവും. ലൈഫ് പല രീതിയിൽ പല കാര്യങ്ങൾ ലൈഫ് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പുതിയ അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് അവസരങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അല്ല എങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ജോലിയുടെ അവസരം, ഒരു ബിസിനസിന്റെ അവസരം ഒക്കെ. ജോലി എന്ന് പറയുമ്പോൾ ഒരു വരുമാന മാർഗം. ഇപ്പോൾ ഇത് ജോലി ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലായിരിക്കാം, എങ്ങനെയുമാവും ഒരു വരുമാന മാർഗം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 10 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാധ്യതകളുള്ള ഒരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജോലിയിൽ ജോലിയിൽ നല്ല സാധ്യതയുള്ള സമയമായതുകൊണ്ട് തന്നെ ജോലിയിൽ നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഫാമിലിയെ കുറിച്ചിട്ടുള്ള വിചാരങ്ങൾ വിട്ടിട്ടാവരുത് എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ ഫാമിലി എന്ന് പറയുന്നത് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവില്ല, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പറയും ടേക്ക് മീ ഫോർ ഗ്രാൻഡഡ് ആണ് എന്ന് ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്. കാരണം ഇന്ന ആളുകൾ നമ്മൾ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും. അവരെന്തായാലും അവിടെ ഉണ്ടാവും, എപ്പോൾ ചെന്നാലും ഉണ്ടാവുമല്ലോ എന്നുള്ള രീതിയിൽ അവരുടെ പ്രാധാന്യം മനസ്സിലാക്കാത്ത രീതിയിൽ ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരോട് പറയുന്നത് കുടുംബം എന്നുള്ളത് എന്നും അവിടെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതാണ്. പല പല സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഒരുപോലെ കണ്ട് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നല്ല കാര്യം തന്നെ. പക്ഷെ കുടുംബവും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ജോലി സമയം കഴിഞ്ഞാൽ ഫാമിലിയിൽ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫാമിലി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. കുടുംബം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഫിസിക്കലി ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പക്ഷെ മാനസികമായിട്ട് അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുണ്ടാവും. അപ്പം മാനസിക അടുപ്പത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പം എവിടെയെങ്കിലും യാത്ര പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോവാം. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അതായത് ഒരു നേരമെങ്കിലും ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 6 ഓഫ് സോർഡ്സ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം.
നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒത്തിരി ഒത്തിരി അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഫിനാൻസും കരിയറുമായിട്ട് ഏറ്റവും നല്ല സമയമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം, ഒരു ട്രാൻസിഷൻ ഫേസ് ആണിത്. അപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങളെ തേടി വരുന്നുണ്ട്. ഒരു റീ അലൈൻമെന്റ് ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഒരു അനിവാര്യമായിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഫ്യൂച്ചർ, ഭാവി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് ആദ്യം മനസ്സിൽ വരേണ്ടത്. കാരണം ഇവിടെ ഒരു സെൽഫ് ഡൗട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ വിദേശത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നവര്, ജോലി സംബന്ധമായിട്ടോ ഒക്കെ പോകുന്നവര് IELTS എഴുതുന്നുണ്ടാവും, OET അതുപോലുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷകളിലേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സെൽഫ് ഡൗട്ട് മനസ്സിൽ വെക്കാതെ പോവാം. അതിന് പഠിപ്പിക്കുന്നിടത്ത് പോയിട്ട് അതിന് വേണ്ടുന്ന കോച്ചിങ്ങോ കാര്യങ്ങളോ എടുക്കണമെങ്കിൽ അതെടുക്കാം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുപോലുള്ള, അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ മറ്റു രീതികളോ പുസ്തകങ്ങളിൽ നിന്നൊക്കെ സ്വയം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ IELTS കോച്ചിങ്ങിന് പോകുന്ന ചില ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഭാഷ വലിയ രീതിയിൽ വശമില്ല നമുക്കെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുകയാണ് ചെയ്യേണ്ടത്. പുസ്തകങ്ങൾ വായിക്കുക, അതേപോലെ സ്വയം സംസാരിക്കുക. പരിചയമുള്ള ആരുടെ അടുത്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അതും ശ്രമിക്കാം. അതിനൊരു നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല, ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം എന്നുള്ള രീതിയിലല്ല. ഒരു ഭാഷ പഠിക്കുന്നത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതൊരു ഭാഷ പഠിക്കാനാണെന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് പഠിക്കുക, അല്ലാതെ വെറുതെ ഒരു ടെസ്റ്റിന് പഠിക്കുന്ന പോലെ സ്കൂളിലും കോളേജിലും പണ്ട് ചിലപ്പോൾ പരീക്ഷ കാണാതെ പഠിച്ച് പാസ്സായതുപോലെ ശ്രമിക്കാതിരിക്കുക. മറിച്ചൊരു ഭാഷ പഠിക്കുകയാണ്. അപ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇവിടെ ആ ഒരു എനർജി, IELTS ഇതിനു മുമ്പ് എഴുതിയിട്ട് പാസ്സാവാത്തവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ ഓഡിയോ ബുക്സ് ഉണ്ടാവും, അത് കേൾക്കുക. അപ്പോൾ പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നൈറ്റ് ഫോൺസ് എനർജിയാണ്. നൈറ്റ് ഫോൺസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി എക്സൈറ്റഡ് ആണ് ജീവിതത്തിൽ. എന്തുകൊണ്ടോ ജീവിതത്തിൽ എന്തോ നല്ല കാര്യം സംഭവിക്കുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് വരുന്നുണ്ട്. നിങ്ങൾ വളരെ ഇൻഡ്യൂട്ടീവ് ആണ്. ജീവിതത്തിൽ എന്തോ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ വിദേശത്തേക്ക് പോകുന്ന കാര്യങ്ങൾ റെഡി ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി റെഡി ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും. നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ കലാപരമായിട്ട് കായികപരമായിട്ടുള്ള ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏതെങ്കിലും കായിക മത്സരങ്ങൾ നിങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നതാവാം. ആ ഒരു വിജയം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ളതായിരിക്കും. കാരണം നിങ്ങൾ സ്റ്റേറ്റ് ലെവലിലോ നാഷണൽ ലെവലിലോ ഒക്കെ അതിനുശേഷം വലിയ ലെവലിലേക്ക്, അറിയപ്പെടുന്ന ലെവലിലേക്ക് എത്തുന്നതിനുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. 4 of Cups എനർജിയാണ്. ഈ ഒരു 4 of Cups എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ജീവിതത്തിൽ ഒത്തിരി നാളുകളായിട്ട് ശ്രമിച്ച് അത് നിങ്ങളത് നേടിയെടുത്തിട്ടുണ്ട്. ആ നേടിയെടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾ അതിലേക്ക് നേടിയെടുത്തിട്ടും നിങ്ങൾ ഒന്നും നേടിയില്ല എന്നുള്ളത്? കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളൊരു ബോർഡമാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു ബോർഡം എന്ന് പറയുന്നത് നിങ്ങൾ നേടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതല്ല എനിക്ക് വേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതല്ല ഞാൻ ആഗ്രഹിച്ചു, ഇങ്ങനെയല്ല ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത എന്ന് പറയുന്നത്, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ചിന്തിക്കുന്നത് ഇതല്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു മടുപ്പാണ് സൂചിപ്പിക്കുന്നത്, ജീവിതത്തോടുള്ള ഒരു മടുപ്പ്. ആ മടുപ്പ് മാറുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, പ്രത്യേക കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുക. അതല്ല നിങ്ങൾക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് വിട്ടുകളയുക, ക്വിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒത്തിരി അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇനിയും അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് വിട്ടാൽ വേറെ ഒന്നും ഇല്ല എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ അങ്ങനെയല്ല, ഒത്തിരി അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആരാധിക്കേണ്ട ഒരു ദേവത എന്ന് പറയുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ട ഒരു ദേവത എന്ന് പറയുന്നത്
ശ്രീരാമചന്ദ്രനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അപ്പോൾ ശ്രീരാമ ക്ഷേത്രം തൃപ്രയാറ് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ശ്രീരാമചന്ദ്രന്റെ ക്ഷേത്രം നിങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. അതേപോലെ മഹാവിഷ്ണുവിനെ പൊതുവെ ആരാധിക്കുന്നവരാണ് എങ്കിൽ മഹാവിഷ്ണുവിനെ പ്രത്യേകിച്ച് മഹാവിഷ്ണുവിനെയും അതേപോലെ മഹാവിഷ്ണുവിന്റെ ത്തിൽപ്പെട്ടിട്ടുള്ള ശ്രീരാമചന്ദ്രനെയും ആരാധിക്കുന്നത് നല്ലതാണ്. അതേപോലെ നിങ്ങളുടെ കർമ്മവും ധർമ്മവും ഒരുപോലെ ഒരുമിച്ച് ഒന്നു ചേർന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനെ ആരാധിക്കുന്ന ശ്രീരാമചന്ദ്രനെ ആരാധിക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ടാവും ഈ ഒരു മാസം. ഓക്കെ. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളുള്ളവരോ സോഷ്യൽ സ്റ്റാറ്റസിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ശ്രീരാമചന്ദ്രമൂർത്തിയെ ആരാധിക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.